നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദേവമേ, അമ്മ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഒന്നുമില്ല മോനെ. ഒന്നുമില്ല എന്ന് പറയുന്നത് വെറുതെയാ. അമ്മയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. അമ്മ വിഷമിക്കരുത്. കഴിഞ്ഞതൊക്കെ അമ്മ മറക്കണം. എനിക്കങ്ങനെ ഇപ്പൊ ഒന്നും മറക്കാൻ പറ്റുന്നില്ല മോനെ. മറക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എനിക്ക് ജയിലിൽ നിന്ന് പോണം മോനെ. ജയറാമേട്ടനെ കാണാൻ വേണ്ടിയാ. പോവാലോ. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഏർപ്പാടാക്കി തരാം. ദേവമവാ. വല്ലപ്പോഴും ഇതുപോലെ പ്രിയപ്പെട്ടവരെ കാണുമ്പോഴാ ഒരാശ്വാസം. നിമിഷ നേരത്തേക്കുള്ള മനസ്സിന്റെ ഒരു സന്തോഷം. അല്ലാത്തപ്പോ ഈ അഴികൾക്കുള്ളിൽ കിടന്ന് ഒരുക്കി ഒരു ജീവിതം. നല്ലതും ചീത്തയുമായ ഓർമ്മകൾ. അച്ഛൻ എന്നെ ഇവിടെ കാണാൻ വന്നിരുന്നു. ആണയിട്ട് ഞാൻ പറഞ്ഞു, മാധുരിയെ കൊന്നത് ഞാനല്ല എന്ന്. അച്ഛൻ വിശ്വസിച്ചില്ല. വിശ്വസിക്കുകയില്ലല്ലോ. ഞാൻ എല്ലാവരോടും ചെയ്തത് നല്ല കാര്യങ്ങളൊന്നും അല്ലല്ലോ. കേസിന്റെ കാര്യത്തിന് ഞാനൊരു അഡ്വക്കേറ്റിനെ കണ്ടിട്ടുണ്ട്. അഡ്വക്കേറ്റ് സീതാറാം. അദ്ദേഹം ഇവിടെ കാണാൻ വരും. വക്കാലത്ത് ഒപ്പിട്ട് കൊടുക്കണം. എന്റെ നല്ല ഓർമ്മകളിൽ മാത്രം ദേവിയുള്ളത്. വേദനിക്കുമ്പോ, ഹൃദയം നുറുങ്ങുമ്പോ എനിക്ക് ഓർക്കാൻ അതൊക്കെ മാത്രമേ ഉള്ളൂ. ഞാനൊന്നും ഓർക്കാറില്ല. എന്റെ ഓർമ്മകളൊക്കെ എന്നെ മരിച്ചുപോയി. അതുകൊണ്ട് അതൊക്കെ വിട്ടേക്ക്. മീനാക്ഷി എങ്ങനെ ഇപ്പോഴും ദേവിയുടെ ശത്രുത തന്നെയാണോ? അതെങ്ങനെ മാറാനാ? ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയില്ലേ? മാധുരി മരിക്കാൻ കാരണക്കാരി ഞാനാണെന്ന് തന്നെയാ അവള് വിശ്വസിച്ചിരിക്കുന്നത്. ധാരണകളെ തിരുത്താൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാനതിന് തുനിഞ്ഞാൽ മാധുരി പ്രതിസ്ഥാനത്ത് വരുമല്ലോ. ജീവിച്ചിരിപ്പില്ലാത്ത അവളുടെ അമ്മയെ കുറ്റക്കാരിയാക്കാൻ എനിക്കെന്തോ മനസ്സ് വന്നില്ല. എന്നോടുള്ള പ്രതികാരം കൊണ്ട് അവള് ചെമ്പകമംഗലത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. മീനാക്ഷിക്ക് കിട്ടിയിരിക്കുന്നത് മാധുരിയുടെ സ്വഭാവം. എന്തിനും ഏതിനും കാര്യമില്ലാതെ എടുത്തു ചാടും. അവളുടെ ആ സ്വഭാവം മാറണം. അത് നീ മാറ്റിയെടുക്കണം. നിനക്കതിന് കഴിയും. നിനക്ക് മാത്രമേ അതിന് കഴിയൂ. അല്ലെങ്കിൽ അവള് നിന്നെ ഇനിയും വേദനിപ്പിക്കും. അവൾ അവിടെ നിൽക്കുന്ന കാലം അത്രയും ആ വേദന നീ ഏറ്റുവാങ്ങേണ്ടി വരും. നീ ഒത്തിരി സഹിക്കേണ്ടി വരും ദേവി. സഹിക്കാൻ എന്നെ ഞാൻ ശീലിച്ചു കഴിഞ്ഞു. കല്ല് പോലെ ആയിരിക്കുന്നു മനസ്സ്. അതുകൊണ്ട് അതൊന്നും പുതിയ കാര്യമല്ല. സാരമില്ല. നീ കരഞ്ഞത് അത്രയും ഞാൻ ഒരാൾ കാരണം. എനിക്കതിന് മാപ്പില്ല. നിന്നോട് മാപ്പ് ചോദിക്കാൻ ഞാൻ അർഹനുമല്ല. നീ സഹിച്ച വേദനകൾക്ക് പകരം തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. തെറ്റുകളുടെ ഒരു കുമ്പാരമായ ഒരു മനുഷ്യന്റെ കുമ്പസാരമായിട്ട് ഇത് കരുതിയാൽ മതി. മാപ്പ്.
അതെ, നീ പുറത്തുനിന്ന് എന്തോ കൊണ്ടുവന്നല്ലോ. എന്താ അത്? ഞാനൊന്നും കൊണ്ടുവന്നില്ലല്ലോ. ദേ, നുണ പറയരുത്. നീ ഒരു കവറിൽ എന്തോ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഞാൻ കണ്ടതാ. എനിക്കിതിനകത്ത് ഒരു സ്വാതന്ത്ര്യമില്ലേ. സ്വാതന്ത്ര്യത്തിന്റെ കാര്യമൊക്കെ നമുക്ക് പിന്നെ പറയാം. നീ ആദ്യം കൊണ്ടുവന്ന സാധനം ഇങ്ങോട്ട് എടുക്ക, ഞാനൊന്ന് കാണട്ടെ. അത് കാണിക്കാൻ എനിക്ക് സൗകര്യം ഇല്ലെങ്കിലോ? സൗകര്യം ഉണ്ടാകണം. എനിക്കത് കണ്ടേ പറ്റൂ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, നീ ആരാണെന്നുള്ള സത്യം ഇവിടെ പറയരുതെന്ന്. നമ്മൾ തമ്മിലുള്ള പല ഉടമ്പടികളും നീ തെറ്റിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് ശരിയല്ല. ഇതെന്താ ഇത് ആര് ഫോട്ടോയാ? അത് പിടിച്ചോ. വാദമ്മേ, വാ മോളെ. തന്ന വളകളാ ആ മീനാക്ഷി വാങ്ങിച്ചത്. എന്റെ കയ്യിൽ ഇനി അത് കണ്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ദേവമ്മ സാരി മറിച്ചിട്ട് കൈകൾ മൂടിയിരിക്കുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.